പാദവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ 2ാം ക്ലാസ്. പ്രധാനമായും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. രക്ഷിതാക്കൾ മുഴുവനും കണ്ട് കുട്ടികളെ ഈ രൂപത്തിൽ പഠിപ്പിക്കാനും കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാനും ശ്രമിക്കണമെന്ന് അറിയിക്കുകയാണ്. ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നെക്തുബു നമുക്ക് എഴുതാം എന്ന ഒന്നാമത്തെ ചോദ്യത്തിൽ അന ഡാഷ് എന്നിട്ട് മുയലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്? അന അർണബുൻ, ഞാൻ മുയലാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതുപോലെ തന്നെ അന ഡാഷ് ഇട്ടിട്ട് കൈതച്ചക്കൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? അനാനാസ് എന്നാണ്. അപ്പോൾ അന അനാനാസുൻ, ഞാൻ കഴുതച്ചക്കയാകുന്നു എന്നായി. ഇനി പശുവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് ഹാദിഹി എന്നും കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ യോജിപ്പിക്കാനുള്ളത്? ആദിഹി ബക്കറത്തുൻ എന്നാണ്. ഇനി നോക്ക്, വീടിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്, ഹാദ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പൂരിപ്പിക്കാനുള്ളത് എന്താണ്? ഹാദ ബൈത്തുൻ, ഇത് വീടാകുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാദിഹി ഹാദ എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കുക. ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിൻ്റെ മേൽ പ്രത്യേകമായതാണ്. അപ്പോൾ സ്ത്രീലിംഗത്തിന് മാത്രമാണ് ഹാദിഹി ഉപയോഗിക്കുക. ഹാദ പുരുഷലിംഗത്തിന് മാത്രമാണ് ഉപയോഗിക്കുക. രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. ഇത് പശുവാകുന്നു, ഇത് വീടാകുന്നു. രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. അർത്ഥത്തിൽ മാറ്റമില്ല. ആദിഹി പറഞ്ഞാലും ഹാദ പറഞ്ഞാലും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. പിന്നെ ഉപയോഗിക്കുന്ന രൂപം, ഇപ്പോൾ സ്ത്രീലിംഗമോ അല്ലെങ്കിൽ സ്ത്രീലിംഗ വചനമോ ആണെങ്കിൽ ആദിഹി മാത്രം ഉപയോഗിക്കുക. പുരുഷലിംഗ വചനമോ അല്ലെങ്കിൽ പുരുഷലിംഗ വാക്കോ ആണെങ്കിൽ ഹാദ ഉപയോഗിക്കുക. ഇപ്പോൾ സ്ത്രീലിംഗത്തെ നമുക്ക് പേര് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പേരല്ലാത്തതിൽ നമുക്ക് സ്ത്രീലിംഗമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് താ ഉണ്ടാവും. ഇപ്പം ബക്കറത്തുൻ എന്നുള്ളതിൽ നിങ്ങൾ നോക്കൂ, താ ഉണ്ട്. നേരെ മറിച്ച് ബൈത്തുൻ എന്നുള്ളതിൽ താ ഇല്ല. അപ്പോൾ പേരുകളിൽ താ ഉള്ളത് സ്ത്രീലിംഗവും താ ഇല്ലാത്തത് പുല്ലിംഗവുമാണെന്ന് മൊത്തത്തിലുള്ള ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കി വെച്ച് കുട്ടികളെ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ മാറിപ്പോകും. ഇനി രണ്ടാമത്തത്, അങ്ങനത്തെ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ ചോദ്യം തന്നെയാണ് രണ്ടാമത്തതും വരുന്നത്. നുജീബു ബിൽ ലുഅത്തിൽ അറബിയ, പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി മാറ്റമുണ്ട്. അറബിയിൽ ഉത്തരം എഴുതാനാണ്. ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിന് അറബിയിൽ ഉത്തരം എഴുതണം. ഇതും കുട്ടികൾക്ക് പറഞ്ഞ് ശീലിപ്പിക്കേണ്ട കാര്യമാണ്. എന്താണ് ചോദ്യം? മാ ഹാദ, ഇത് എന്താകുന്നു എന്നാണ് ചോദ്യം. എന്നിട്ടവിടെ പുസ്തകത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഹാദ കിതാബുൻ, ഇത് ബുക്കാകുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഇനി മാ ആദിഹി, ഇതെന്താകുന്നു എന്ന ചോദ്യം. എന്താണ് അതിന് ഉത്തരം എഴുതുക? ആദിഹി സഹറത്തുൻ, ഇത് പൂവാകുന്നു. ഇനി നിങ്ങൾ നോക്കൂ, മാ ഹാദ എന്ന് ചോദിച്ചിട്ട് അണ്ണാൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അതിന് ഉത്തരം പറയുക? ഹാദ സിഞ്ചാബുൻ, ഇത് അണ്ണാനാകുന്നു. ഇനി മാ ആദിഹി, ഇതെന്താകുന്നു എന്ന ചോദ്യത്തിന് താഴെ പിടക്കോഴിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം പറയുക? ആദിഹി ദജാജത്തുൻ എന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിഷയങ്ങൾ ഇവിടെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഹാദ എന്ന് ചോദിച്ചതിലൊന്നും താഇനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആദിഹി ചോദിച്ചതിലൊക്കെ നിങ്ങൾക്ക് ഏത് കാണാനും പറ്റും? താ കാണാനും പറ്റും. അപ്പോൾ ഹാദ ആദിഹി എന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ഇതോടുകൂടെ രക്ഷിതാക്കളായ നമുക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ കുട്ടികൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക. അടുത്തത് മൂന്നാമത്തത്, നെസിലു മാ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ബ്രാക്കറ്റിലുണ്ട് ഉത്തരം, അത് നമ്മൾ തിരഞ്ഞെടുക്കണം. മാഞ്ച എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. അപ്പം മാങ്ങയ്ക്ക് നേരെ ഹാദയുണ്ട് ആദിഹിയുണ്ട്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മാങ്ങക്ക് ഹാദ മാഞ്ച, ഇത് മാങ്ങയാകുന്നു എന്നുള്ളതിന് ഹാദയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിൽ താകില്ലല്ലോ. ഇനി ബാസിമുൻ എന്നുണ്ട്. ബാസിമുൻ എന്നുള്ളതിന് ഏത് തിരഞ്ഞെടുക്കും? ഇത് ബാസിമാണ് എന്നുള്ളതിന് ആദിഹി പറ്റില്ല, കാരണം ബാസിമ് ആണാണ്. അപ്പോൾ ആദാ ബാസിമുൻ. ഇനി ഉമ്മൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആദാ ആദിഹി, ഏതാണ്? ഹാദ ഉമ്മാക്ക് പറ്റില്ല, കാരണം ഉമ്മ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട്
ഉമ്മുൻ എന്നുള്ളതിൽ ആദിഹി ഉമ്മുൻ, ഇത് ഉമ്മയാകുന്നു. അതുപോലെ തന്നെ ലുബ്നത്തുൻ എന്നുള്ളതിന് ഹാദ പറ്റില്ല, ഹാദിഹി ലുബ്നത്തുൻ, കാരണം ലുബ്ന എന്നുള്ളത് സ്ത്രീയാണല്ലോ. ആദിഹി ലുബ്നത്തുൻ, ഇത് ലുബ്നയാകുന്നു. ഇനി അബുൻ എന്നുള്ളതിന് ഏതാണ്? അബ് പുരുഷനാണ്, അതുകൊണ്ട് ഹാദ അബുൻ, ഇത് ഉപ്പയാകുന്നു. മൗസുൻ, മൗസുൻ എന്നുള്ളതിൽ താ ഇല്ല, അതുകൊണ്ട് അത് പുല്ലിംഗത്തിൻ്റെ മേൽ അറിയിക്കും. അവിടെയും ഹാദ മൗസുൻ, ഇത് പഴമാകുന്നു. ഇനി ഉസ്താദുൻ, ഹാദ ആദിഹിയാണ്, ഉസ്താദ് ആണായതുകൊണ്ട് ഹാദ ഉസ്താദുൻ, ഇത് ഉസ്താദാകുന്നു. ഇനി കലമുൻ, പേന, പേനയ്ക്ക് ഹാദ ആദിഹി ഏതാണ്? ഹാദയാണ്, കാരണം കലമുൻ എന്നുള്ളതിൽ തായില്ല. ഹാദ കലമുൻ, ഇത് പേനയാകുന്നു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഹാദ ഹാദിഹി ഉപയോഗിക്കേണ്ടത്, പറഞ്ഞ് കുട്ടികൾക്ക് ശീലിപ്പിക്കുക. ഇനി നാലാമത്തെ ചോദ്യം, വായിക്കുന്നതിന് മുമ്പ് മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. നബിദിനവുമായി ബന്ധപ്പെട്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ട്, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് നിങ്ങൾ അടിച്ചേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം കമൻറ്റിലൂടെ ഒരു താങ്ക്സോ മറ്റോ ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ നുൻഷിഉൽ അസ്ഇല, ചോദ്യം ഉണ്ടാക്കാനാണ്. ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഇതിന് ചോദ്യം ഉണ്ടാക്കണം. ഇത് മറ്റൊരു വേറിട്ടൊരു പ്രവൃത്തിയാണ്. ഇതുപോലെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹാദ ബാസിമുൻ, ഇത് ബാസിമാകുന്നു എന്ന ഉത്തരമുണ്ട്. അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? മൻ ഹാദ, ഇത് ആരാകുന്നു? ഹാദ ബാസിമുൻ, ഇത് ബാസിമാകുന്നു. ഇനി ആദിഹി ലുബനത്തുൻ, ഇത് ലുബനയാകുന്നു എന്ന ഉത്തരം അവിടെയുണ്ട്. അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? മൻ ആദിഹി, ആദിഹി പെണ്ണായതുകൊണ്ടാണ്, ഇതാരാകുന്നു? ഇനി ആദിഹി ദീക്കുൻ, ഇത് പൂവൻ കോഴിയാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? മാ ഹാദ, മന്നല്ല, മന്ന് മനുഷ്യന്മാർക്കുള്ളതാണ്, മറ്റുള്ള ജീവികൾക്ക് മാ കൊടുക്കും. മാ ഹാദ, ഇതെന്താകുന്നു? ഹാദാ ദീക്കുൻ, ഇത് കോഴിയാകുന്നു. ഇനി ആദി ദജാജത്തുൻ, ഇത് പിടക്കോഴിയാകുന്നു എന്ന ഉത്തരത്തിൻ്റെ ചോദ്യം എങ്ങനെ വരും? മാ ആദിഹി, ഇതെന്താകുന്നു? ഇത് പിടക്കോഴിയാകുന്നു. ഇങ്ങനെ വർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പാഠഭാഗത്തിലുള്ള മറ്റു ചിത്രങ്ങളുടെ വാക്കുകൾ കൂടെ ഇതുപോലെ കുട്ടികൾക്ക് പ്രാക്ടീസ് നൽകുക. ഇനി അടുത്തത് നുഅരിബു, അറബിയാക്കാനാണ്. ഞാൻ വിദ്യാർത്ഥിയാണ് എന്നെങ്ങനെ അറബിയിൽ പറയും? അന ദാരിസുൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊരു വീടാണ്, ഹാദാ ബൈത്തുൻ എന്നാണ്. നീ ഒരു പെൺകുട്ടിയാണ്. നീ എന്നുള്ളത് ആണുങ്ങൾക്ക് അൻതയും പെണ്ണുങ്ങൾക്ക് അൻതിയുമാണ്. അപ്പോൾ ഇവിടെ പെൺകുട്ടി ആയതുകൊണ്ട് ഏതാണ് ഉപയോഗിക്കുക? അൻതി ബിൻതുൻ, നീ ഒരു പെൺകുട്ടിയാണ്. ഞാനൊരു ഉസ്താദാണ്, അന ഉസ്താദുൻ, ഇങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ആ പ്രയോഗം കൂടെ കുട്ടികൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. അൻത അൻതി, അൻത നീ എന്നുള്ളത് ആണുങ്ങൾക്കും, അൻതി നീ എന്നുള്ളത് പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കും. ഇനി അവസാനത്തെ പ്രവൃത്തി കമ്മിലിൽ ഫറ, വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിലുള്ള ഉസ്താദും കുട്ടികളുമുള്ള ആ ഒരു ചിത്രം കൊടുത്തിട്ട് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ പുസ്തകത്തിൽ അന ഉസ്താദുൻ എന്ന് പറയുന്നത് ഞാൻ ഉസ്താദാകുന്നു എന്നുള്ളത്. എന്നിട്ട് അവിടെ പറയുന്നു, ഉസ്താദ് പറയുന്നത് എന്താണ്? അൻത ഇബിനുൻ, നീ മകനാകുന്നു. അൻതി ബിൻതുൻ, നീ മകളാകുന്നു. അപ്പോൾ അത് അവിടെ എഴുതി കൊടുക്കണം. ഇതും കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. ആ ഒരു ചിത്രം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് രക്ഷിതാക്കളായ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി. 4 പാഠങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ലിസാനിൽ നിന്ന് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ളത്. 4 പാഠങ്ങളിലെ അർത്ഥങ്ങളും വാക്കുകളും ചിത്രങ്ങളും അതിൻ്റെ അറബികളൊക്കെ നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് പാഠഭാഗത്തിന് ശേഷം വരുന്ന തെദ്രീബാത്തിലെ പ്രവർത്തികൾ നന്നായി കുട്ടികളെ പഠിപ്പിക്കുക. അത് വെച്ചുകൊണ്ടാണ് ചോദ്യം ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളിൽ അല്ലാഹു തആല നമ്മുടെ മക്കളാക്കി തീർക്കട്ടെ. ആമീൻ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.